ഒരു 15 ദിവസത്തെ ലീവിന് ശേഷം തിരിച്ച് ദുബായിലേക്ക് പോകാമെന്ന് പറയുന്നത് എനിക്കത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. ഒരു പക്ഷേ എന്നെപ്പോലുള്ള പല പ്രവാസികൾക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ലൈഫിൽ നമ്മൾ മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ ജോലി വേണം, സർവൈവ് വേണമെങ്കിൽ. അതെല്ലാം അവിടെ ഇരിക്കട്ടെ, ഇത്തവണ നാട്ടിൽ പോയതിൽ ഒരു വലിയ സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതും കൂടെ പറയാനാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. എൻ്റെ കൂടെ ആരാന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ദിസ് ഇസ് മിസ്റ്റർ ശ്യാം. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫിക്സേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ലീവ് എടുത്ത് ഇത്തവണ നാട്ടിൽ പോയത്. എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഇതെൻ്റെ ഫസ്റ്റ് എമിറേറ്റ്സ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ബാക്കി എല്ലാ എയർലൈൻസും ഞാൻ ഒരുവിധം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും എമിറേറ്റ്സ് പോകണം എന്നുള്ളത് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു. ഫൈനലി അതും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. ഓവറോൾ പറയുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതായത് സമയം പോകുന്നത് നമ്മൾ ബേസിക്കലി അറിയില്ല. അവിടുത്തെ ഫുഡാണ് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം. നല്ല ചിക്കൻ ബിരിയാണി, സാലഡ്സ്, അതിൻ്റെ കൂടെ ജ്യൂസും ഡ്രിങ്ക്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ബൺ ബട്ടർ എല്ലാം ഞാൻ കഴിച്ചു. ബിരിയാണി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ബാക്കി സാലഡ്സും കാര്യങ്ങളും നല്ലതായിരുന്നു എന്ന് ചോദിച്ചാൽ ബിലോ ആവറേജ് ആയിരുന്നു. ഈവൻ ഈ പറയുന്ന ബൺ ആൻഡ് ബട്ടറും ബിലോ ആവറേജ് ആയിരുന്നു. ഡെസേർട്ടായിട്ട് ഉണ്ടായിരുന്നത്, ഇതിന് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ റെഡ് വെൽവെറ്റ് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ് നല്ലൊരു സിനിമ എല്ലാം കണ്ട് സുഖം ഉറക്കം ഉറങ്ങി ഫൈനലി നമ്മളതേ ദുബായിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ദുബായിലെത്തിയാൽ അറിയാലോ, തിരിച്ച് നമ്മൾ റൂമിൽ പോവുക, ഫ്രഷ് ആവുക, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ ജോലിക്ക് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇതായിരുന്നു എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ശ്യാം നേരെ റൂമിലേക്ക് പോയി. പിന്നെ 15 ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ആളാണ് റോസു. റോസിനെ കാണാനായിട്ട് ഞാൻ ഇത്തവണ വന്ന നാട്ടിൽ നിന്ന് നല്ല അടിപൊളി പൊതിച്ചോറൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പം മമ്മി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് പൊതിച്ചോറെല്ലാം കെട്ടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല വാഴല തുറന്നപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ല്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ചെമ്മീൻ, മീൻ പൊരിച്ചത്, പിന്നെ ക്യാബേജ്, മീനച്ചാർ, അങ്ങനെ ഒരു ഉഗ്രൻ പൊതിച്ചോറെല്ലാം കഴിച്ച് ഞങ്ങൾ ഈ 15 ദിവസത്തെ റോസിന് ദുബായിലെ വിശേഷം പറയാനുണ്ടായി, എനിക്ക് നാട്ടിലെ വിശേഷം പറയാനുണ്ടായി. ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ചു. പിന്നെ അടുത്ത വ്ളോഗ്സിൽ കാണാം കേട്ടോ. അപ്പോൾ ബൈ.